എങ്ങനെയുണ്ട് പൂരം? സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്താ ഇഷ്ടമായേ പൂരത്തിൽ? എന്താ ഇഷ്ടം? എനിക്ക് ആനേനെ. ആനേനെ? ഏത് ആനേനെയാ? ആനയുടെ പേരറിയോ? ഇല്ല. ഇല്ല. ശരി. എന്തായാലും ആനകളെയാണ് മോൾക്ക് ഇഷ്ടം. ആദ്യമായിട്ടാണ് മോളെ പൂരത്തിൽ? അല്ല കുറേ വർഷങ്ങളായിട്ട് വരുന്നത്. ചേച്ചി കുറേ വർഷം വരാറുണ്ട്. ഇത്തവണ പൂരം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഒരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പാലക്കാട് നിന്ന് വരുന്ന ആളുകളാണ്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇതിന് ഇടയിൽ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, മഞ്ഞലോഹവും പത്രവും എന്നുള്ളൊരു പുസ്തകം. ഈ ഓ ക്യാമറയിൽ ചേട്ടൻ എന്തായാലും എടുത്തേക്കണേ. ചേട്ടൻ്റെ പേരെന്താ? മണികണ്ഠൻ. പഴയ നടനായ ജോസ് പ്രകാശ് പൂരത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലൊരു പൂരമാണ്. നിങ്ങൾ ഒപ്പം നിൽക്കണം. എൻ്റെ സുഹൃത്തുക്കളായ വെടിക്കെട്ടുകൾ ശാന്തമായിരിക്കുന്നു. താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? സൗണ്ട് വളരെ മോശമാണ്. ഉണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, പറഞ്ഞില്ല, ഞാൻ അത് നിയന്ത്രിക്കാറില്ല. എന്നാലും ഓക്കെ. എന്തായാലും അതിനിടയിൽ കൂടെ ഒരു മിമിക്രി ഒക്കെ കിട്ടി. ഒരു ബുക്കുണ്ട്, എഴുത്തുകാരന് നമുക്കൊപ്പം തന്നെ ഉണ്ട്. ശ്രീ ബിനോയ് ജേക്കബിൻ്റെ പുസ്തകമാണിത്. ചേട്ടാ, എന്താ ബുക്കിനെ പറ്റി? ചേട്ടൻ തന്നെ എഴുത്തുകാരൻ. അവതാരിക എഴുതിയിട്ടുള്ള നമ്മുടെ സുഹൃത്താണ് ജോസഫ്. മുട്ടോട് പറയുന്നതല്ല, അത് അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലത്. പുസ്തകം ആളുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. വളരെ ലളിതമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആളുടെ ഫസ്റ്റ് പുസ്തകമാണ്. അപ്പോൾ ഈ കുടമാറ്റത്തിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യാനായിരുന്നു നമ്മുടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്രിച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്, തമിഴ്നാട്ടിലാണ്. പക്ഷേ എല്ലാ പൂരത്തിനും തൃശ്ശൂരെത്തും. കൂടെ ഒരാളെ വേണ്ടി കൂട്ടും തമിഴ്നാട്ടിൽ നിന്ന്. ഇത്തവണ വന്നത് அறிவழகனாണ്. ஆள் தமிழில் சம்சாரிக்கும். பூரம் எப்படி இருக்கு? பூரம் இங்கே பயங்கரமாக இருக்குது. நான் இது வரைக்கும் ஃபஸ்ட்டு பார்த்ததில்ல, இப்போ தான் ஃபஸ்ட் டைம் பார்க்குறேன். ஃப்ரெண்டு சொல்லி தான் வந்தேன், கூட வந்தேன். ஸோ ஃப்ரெண்டு என்னோடய பாஸும் கூட. பயங்கரமாக இருக்குது, സൂപ്പറാக இருக்குது. അതാണ് എത്ര ഇടങ്ങളിൽ നിന്നല്ലേ ആളുകൾ പൂരം കാണാൻ എത്തുന്നത്. ചില വ്യക്തികൾക്ക് ഇത് പറഞ്ഞ പോലെ പുസ്തക പ്രകാശനം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ ആദ്യമായി തന്നെയുള്ള എന്തെങ്കിലും ഒരു ചെയ്ത പ്രവൃത്തി ദൈവത്തിന് മുന്നേ അർപ്പിക്കുക. അങ്ങനെ പലർക്കും പല വികാരങ്ങളാണ്. ചില വ്യക്തികൾക്ക് പൂരം കാണുന്നത് വേറെ കാഴ്ചപ്പാടാണ്. അങ്ങനെ പക്ഷേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ചൂടാണ് പ്രശ്നം. കയ്യിൽ 2 വിശറി കിട്ടി, പുതിയ വിശറി. പലതരം, അത് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആട്ടോ ഈ കാര്യത്തിൽ, അല്ലേ? വിശറിയാണ്. അപ്പോൾ അതായത് പല കമ്പനികളും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാ പരസ്യങ്ങളാണ്, എല്ലാത്തിനും പരസ്യങ്ങളാണ്. പക്ഷേ നമുക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ. കാര്യം എന്ത് പറഞ്ഞാലും എന്താ ചൂട് ഇങ്ങനെ കനക്കുന്നു. ഇനി എന്തായാലും വൈകുന്നേരത്തെ കുടമാറ്റത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ, അല്ലേ? അതെ, ഇനി കാത്തിരിക്കുന്നത് ഇവിടെ ഇനി തെക്കോട്ടിറക്കമാണ്. ഇവിടെ നമ്മൾ ഇനി കാണാൻ കാത്തിരിക്കുന്ന കാഴ്ച. ഘടകപൂരങ്ങൾ ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇലഞ്ഞിത്തറ മേളം നടക്കാനിരിക്കുന്നത്. പൂരപ്രേമികളെ, മേളപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച, ഏറ്റവും മനോഹരമായിട്ടുള്ള കേൾവി എന്ന് നമുക്കതിന് വിശേഷിപ്പിക്കാം, അല്ലേ? അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി ഉള്ളത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ പ്രവർബൊക്കെ കണ്ട് പൂരനഗരി ആകെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പൂരനഗരി വടക്കുംനാഥൻ്റെ മണ്ണാകെ കണ്ട് മടങ്ങുകയാണ്.